പാടുപെട്ടത് മുഴുവനുമാണല്ലോ ചാരമായി കിടക്കുന്നത്. കിടപ്പാടം പോലും ഇല്ലാത്തവരായി പോയല്ലോ നമ്മൾ. വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഗതി ഇതായി പോയല്ലോ. വന്നേ, നമുക്ക് വീട്ടിലോട്ട് പോവാം. മോളെ മോളെ, നമുക്കിനി എന്തുണ്ട് മോളെ ഈ ലോകത്തിൽ? പക്ഷികൾക്ക് പോലും ചേക്കേറാൻ കൂടുണ്ട്. എടാ മരിയാനെ, അങ്ങനെ വല്ലതും വിചാരിക്കാനുണ്ടോ? എന്റെ വീടെന്ന് പറഞ്ഞാൽ അത് നിന്റെയും കൂടിയാ. ഇങ്ങോട്ട് വന്നേ. എന്താ? എന്റെ പേര് മരിയാനെന്ന. അതൊരു വിവാദ വിഷയമല്ലല്ലോ. ഇയാൾക്കും ഭാര്യയ്ക്കും കോളറ പിടിച്ചു. അപ്പൊ ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിലോട്ട് മാറ്റി. മുനിസിപ്പാലിറ്റി നാള് വന്ന് ഇവർ താമസിച്ചിരുന്ന വീട് കത്തിച്ചും കളഞ്ഞു. ഇവർക്ക് ഇപ്പൊ ഒരു വീടില്ല. അതുകൊണ്ടൊരു വീട് വെക്കാൻ ധനസഹായം വേണം അല്ലേ? അതെ. ഇത്തരം കേസുകൾ വളരെയധികം ഇവിടെ കിട്ടിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോൾ അതിന് തക്ക സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് കൗൺസിൽ തൽക്കാലം ആ പ്രശ്നം വേണ്ടെന്ന് വെച്ചിരിക്കുക. അങ്ങനെ അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളെ വേറെ ആരും സഹായിക്കും? ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പാവങ്ങളാ എല്ലാം. ഈ സഹായിക്കാൻ നിവൃത്തിയില്ലാത്തവർ അത് കത്തിച്ചു കളഞ്ഞ എന്തിനാ? കോളറ വരാതിരിക്കാൻ അത് വേണമായിരുന്നു. അതിന് എന്റെ സമ്മതമൊന്നും ഇല്ലായിരുന്നല്ലോ. കോളറ വരാനോ? എനിക്ക് എന്റെ വീട് വെച്ച് തരണം. രക്ഷിക്കാൻ കഴിവില്ലാത്തവര് ശിക്ഷിക്കാൻ ഒരുങ്ങരുത്. അതും ഇതും പറഞ്ഞ് നിങ്ങൾ നേരം കളയണമെന്നില്ല. സാറേ, ഒരു പാവപ്പെട്ട കുടുംബം കേറിക്കിടക്കാൻ ഇടമില്ലാതെ റോട്ടിൽ കൂടി നടക്കേണ്ടി വരുന്നത് ആ കാര്യം. ഇതിൽ ഭേദം അങ്ങ് കൊന്നു കളയരുതായിരുന്നു. നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നം വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ 4-5 രൂപ എന്റെ വ്യക്തിപരമായ സംഭാവന എന്ന നിലയിൽ നിങ്ങൾക്ക് തരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി സാർ അത്രത്തോളം ബുദ്ധിമുട്ടണ്ട. വാടാ ചെയ്തരെ, നമുക്ക് പോകാം. ആ ചിരിക്കുകയാണ് ചെയർമാൻ സാറേ. ഇലക്ഷൻ പറഞ്ഞുണ്ട്. അടുത്ത തവണ ചെയർമാൻ ആക്കിയേക്കാം കേട്ടോ. അങ്ങോട്ട് വന്നേരെ. വേണ്ട, മേശമാനാക്കാം. എവിടെയായിരുന്നു ഇതുവരെ? രാവിലെ കാക്കുടിയും കഴിഞ്ഞ് ഇറങ്ങിയതാണല്ലോ. മരിയാൻ എവിടെ? വീടി മേടിക്കാൻ അവന്റെ വെളിയിലോട്ട് ഇറങ്ങി. ആനിയോ? കുളിക്കുന്നു. പിള്ളേർ ഉച്ചവിട്ട് വന്നില്ലേ? അവര് വന്ന് ഊണും കഴിഞ്ഞ് പോയല്ലോ. എടീ, മരിയാന്റെ വിഷമം നീ കാണുന്നില്ലേ? കേറി കിടക്കാൻ വല്ലത് വന്ന് കുത്തി കൂട്ടാൻ വേണ്ടി അവൻ എവിടെല്ലാം ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ഇതിനേക്കാൾ വലിയ ഒരു ആവശ്യം എന്താ? പക്ഷെ പണത്തിന് പണം വേണ്ടേ? ഞാൻ ആ ഡിക്രൂസിന്റെ അടുക്കൽ ചെന്ന് ഒരു 500 രൂപ കടം ചോദിച്ചു. നമ്മളുടെ പറമ്പ് പണയം കൊടുത്താൽ തരാമെന്നാണ് അവന്റെ നടത്തിപ്പുകാരൻ പറയുന്നത്. നിന്റെ അഭിപ്രായം എന്താണ്? എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തോ പറയാനാ? നമ്മളല്ലാതെ അവനെ സഹായിക്കാൻ ആരുണ്ട് ഈ ലോകത്തിൽ? എന്നുവെച്ച് ഒരു കിടപ്പാടമുള്ളത് പണയപ്പെടുത്തിയാലോ? ഒരു ചെറുക്കനില്ലേ, അവന്റെ മേൽഗതി കൂടെ ആലോചിക്കണമല്ലോ. കിടപ്പാടം പണയപ്പെടുത്തുന്നത് നല്ലതല്ല. പക്ഷെ വേറെ എന്താ മാർഗം? 5ഓ 10ഓ വല്ലതുമാണോ? 500ഉം 1000ഉം ഒക്കെ അന്നൊന്ന് തേടിത്തിരുന്ന ഒരു കടം വരുത്തിയാലോ? മരിയാനെ സഹായിക്കാൻ നമ്മൾ കാണും. നമ്മളെ സഹായിക്കാൻ ആരാ ഉള്ളതെന്ന് കൂടെ ആലോചിക്കണം. എന്തും വരട്ടെ, നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം. നീ എന്ത് പറയുന്നു? ഇഷ്ടം പോലെ ചെയ്യ. എന്നാ ഞാനൊന്ന് പണയപ്പെടുത്തി. ഇതാ രൂപ. എങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചെന്തിനാ? നിന്നോട് ചോദിക്കാതെ ഞാനങ്ങ് ചെയ്തു. എങ്കിലും എന്റെ മനസ്സിലൊരു അടക്കം വരണ്ടേ? ഇനി ഇതീ വെച്ച് വരുന്നത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറയാതെ ഒപ്പം അങ്ങ് സഹിക്കണം. സഹിക്കുകയല്ലാതെ ഞാൻ എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടോ? സേവ്യറിയേട്ടൻ വന്നിട്ട് ഊണ് കഴിക്കാമെന്ന് വെച്ച് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. മര്യാദ ഉണ്ടില്ലേ? ഇല്ലെന്നേ. അതേ വന്നല്ലോ. എവിടായിരുന്നു? കാലത്തെ പോയതാണല്ലോ. ഞാനൊന്ന് ഡിക്രൂസിന്റെ അവിടം വരെ പോയിരുന്നു. ഡിക്രൂസിന്റെ അവിടം വരോ? എന്തിന്? 500 രൂപ ചോദിച്ചിരുന്നു. അതിനുവേണ്ടി പോയതാ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. ഒരു 500 രൂപയെങ്കിലും ഇല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒന്ന് കുത്തിക്കൂട്ടാൻ ഒക്കുവോ? കൈവായ്പയോ അതോ? കൈവായ്പ തരുന്ന മോനാ ഡിക്രൂസ്. കടപ്പാടം പണയം എഴുതി മേടിച്ചു. അതൊന്നും സാരമില്ല. ഇതൊക്കെ വാങ്ങിച്ചു. ഞാനിത് എങ്ങനെ വാങ്ങിക്കും സേവ്യറെ? ഞാൻ നടന്നു ചെല്ലാത്ത വാതിലില്ല. തേളിന്റെ കുത്തേറ്റവനെ പോലെ ഞാൻ ഓടി നടക്കുകയായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് ദിവസങ്ങൾ എത്രയായി. ഒരൊറ്റയാളും എന്നെ സഹായിക്കാൻ ഒരുങ്ങിയില്ല. കഴിവുള്ളവരെല്ലാം കൈയൊഴിഞ്ഞു.
ഒടുവിൽ ദൈവമേ ഇതാണോ എന്റെ വിധി എന്ന് ഞാൻ നേറി. ഇപ്പോഴിതാ എന്റെ കൂട്ടുകാരൻ ദൈവത്തിനെ പോലെ ദൈവദൂതനെ പോലെ എന്റെ മുമ്പിൽ നിന്ന് രൂപ നീട്ടുന്നു. കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കിത് വേണ്ട. അയ്യേ, നീ ഇത്ര മണ്ടിയാണോ ആനെ? എങ്ങനെയും കാര്യം നടക്കണം, അല്ലാതെന്താ നീ ഒന്ന് മേടിച്ച വരികയാണേ? എല്ലാം മേടിക്കാൻ. മണ്ണും ഭൂമിയും ഉള്ളിടത്തോളം കാലം ഞാനും എന്റെ സന്താനങ്ങളും ഈ നന്ദി മറക്കുകയില്ല. സേവ്യരെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ കുഞ്ഞുങ്ങളും വല്ല വഴിവെക്കലും കിടക്കേണ്ടി വരുമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ മരിച്ചതായിരുന്നു. എന്നെ എല്ലാ വിധത്തിലും രണ്ടാമത് ജീവിപ്പിച്ചത് എന്റെ സേവ്യറാണ്. ലോറൻ, അമ്മ ഇന്നലെ ഒരു സുവിശേഷം അറിയിച്ചു. ഓഹോ, പൗലൂസിന്റെയോ അതോ പീലാത്തോസിന്റെയോ? പീലാത്തോസിന്റെ. എന്താണ് കൈ കഴുകുന്ന സുവിശേഷം അല്ലേ? അതൊന്നുമല്ല. പിന്നെ കടം, വിരോധം, പ്രായമായ പെൺകുട്ടി, ഇതൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന്. വിരോധം മറക്കണം, കടമോ കൊടുത്തു തീർക്കണം. ഓഹോ, എന്നിട്ട് കേന്ദ്രം എന്തറിയിച്ചു? സ്ത്രീധനം എന്ന് പറയുന്നതിന്റെ പോംവഴി എന്താണെന്ന്. അതിന് പണം ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ആവശ്യപ്പെടാത്തത് നിങ്ങളുടെ മര്യാദ, തരേണ്ടത് ഞങ്ങളുടേത്. ഇറങ്ങി വരുന്നത് മാനമായിട്ട് തന്നെ വേണമെന്ന. ഞാൻ പറയുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം സ്റ്റെല്ല ധിക്കരിക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ നേരെ ചീറ്റിക്കൊണ്ടിരിക്കുന്നതും സമുദായം നോവിച്ചു വിട്ടിരിക്കുന്നതുമായ ഒരു സർപ്പമാണ് സ്ത്രീധനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരിക്കാം, എന്നാലും ഞങ്ങളൊന്ന് ശ്രമിക്കണ്ടേ? പെണ്ണിനും ചെറുക്കനും ഇഷ്ടം, വീട്ടുകാർക്കും താല്പര്യമാണ്. എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു കല്യാണക്കാരി നമ്മൾ ഒരുത്തൻ അങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നു. എടി, ഈ കല്യാണം എന്ന് പറയുന്നത് കടയിൽ ചെന്ന് ഉപ്പ് വാങ്ങിക്കുന്നത് പോലാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പെണ്ണിന് അടുക്കാനുള്ളതൊക്കെ അടുക്കണ്ടേ? അല്ല, അതിരിക്കട്ടെ, ഈ പെൺകൂട്ടർ ഇങ്ങോട്ട് വരാതെ ഞാൻ അങ്ങോട്ടാണോ വലിഞ്ഞു കയറി ചെല്ലേണ്ടത്? ഇത്രയും അടുത്ത് പെരുമാറുന്ന വീട്ടുകാർ തമ്മിൽ ഇങ്ങനൊരു വെച്ചുകെട്ടിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? മരിയാൻ ചേട്ടൻ ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ വിളക്ക് കാണുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അവനെ കല്യാണം കഴിച്ചു. എത്ര കൊടുത്തടി ശ്രീധനം? അത് പോട്ടെ, നിന്നെ ഞാൻ കല്യാണം കഴിച്ചു, എന്തോ തന്നു ശ്രീധനം? ശാപമേ, നിനക്ക് വിവരമുണ്ടോടി? ഒരു സ്ത്രീധനക്കാരി കിടന്ന് തുള്ളുന്നത്. സ്ത്രീധനം കൊടുത്തില്ലെങ്കിലേ മോള് വീട്ടിൽ നിന്ന് നരയിക്കേ ഉള്ളൂ. അപ്പനാണെന്ന് പറഞ്ഞാ പോരാ, വേണ്ടത് വേണ്ട കാലത്ത് നടത്തുകയും കൂടി വേണം. നീയും സ്റ്റെല്ലയുടെ അപ്പനും കൂടെ അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. എന്താ വിശേഷം? പേടിക്കണ്ട, വിശേഷമൊന്നുമില്ല. പിന്നെ ലോറൻസിനും നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ ഒരു നാഴികയ്ക്ക് മുമ്പ് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കാശ് വേണ്ടേ? അതിനുള്ള എരിച്ചിലും പുകച്ചിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കാശ് ഒത്തിട്ടില്ല, ഉണ്ടാകുമ്പോ അറിയിക്കാം അല്ലേ? എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാശില്ലാത്തവന് കൂടുതൽ എന്തോന്നാ പറയാനുള്ളത്? ഉടനെ പണമില്ല, എങ്കിലും പോമഴി വല്ലതും ഉണ്ടോ എന്ന് ആലോചിക്കരുത്. നമ്മുടെ വീട് കത്തിച്ചു കളഞ്ഞപ്പം ലോറൻസിന്റെ അപ്പൻ അത് ഉണ്ടാക്കി തന്നില്ലേ? അതുപോലെ ഇതുവരെ ആവശ്യമാണെന്ന് വിചാരിക്കും. നെല്ലും പണവും ഒക്കെ മനുഷ്യരുണ്ടാക്കുന്നതാ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ട കാര്യത്തിന് അതൊരു തടസ്സമാകരുത്. ലോറൻസിന്റെ അപ്പൻ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. കല്യാണ ചെലവിനുള്ള പണം ഇപ്പൊ തരാം. ഉപ്പിയരട്ട വിറ്റോ കെട്ടുതാലി പണയം വെച്ചോ എങ്ങനെങ്കിലും ഞങ്ങൾ തന്നോളാം. കല്യാണം നടക്കട്ടെ. ഞങ്ങൾ ജീവനോടിരിക്കുകയാണെങ്കിൽ വരുന്ന ക്രിസ്മസിന് മുമ്പ് ബാക്കി പണവും ഞങ്ങൾ തന്നോളാം. എന്താടാ മരിയാനെ, ആന പറഞ്ഞത് നീ കേട്ടോ? ക്രിസ്തുമസ് അങ്ങേ അറ്റം. ചിലപ്പോ അതിനു മുമ്പ് തന്നെ തരാൻ കഴിഞ്ഞെന്നും വരും. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ നിർബന്ധമുള്ളവനാണ് ഈ മരിയാനെന്ന് നിനക്കറിയാമല്ലോ. എന്താടേ? നമ്മൾ നിശ്ചയിക്കുന്നവരല്ലാതെ എനിക്ക് എന്തോ മറിച്ചൊരു അഭിപ്രായം. ശരി, കല്യാണ ചെലവിനുള്ള പണം എപ്പോ തരും? വരുന്ന ഞായറാഴ്ച വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഇവിടെ തരാം. ഒരു ബീഡി ഇതാ. പറഞ്ഞ പോലെ ബാസ്റ്റിനെന്താ ഇങ്ങോട്ട് പോരുന്നു? എന്തോ
തലതൊട്ടപ്പനുമായിട്ട് അത്ര രമ്യതയിലല്ല. കുറെ നാളായി അവര് തമ്മി കശവിശ തുടങ്ങിയിട്ട്. എത്ര നാളാ കണ്ടവരെ താങ്ങി നിൽക്കുന്നതെന്നും പറഞ്ഞ് അവനിങ്ങോട്ട് പോരുകയാ. ചെറുപ്പം മുതലേ അവൻ അങ്ങേരുടെ കൂടെയാ. വയസ്സുകാലത്ത് അങ്ങേര് വല്ല ചുണ്ടിയും കാണിച്ചാൽ തന്നെ ഇവനൊന്ന് ക്ഷമിച്ചു കളഞ്ഞാൽ എന്താ? അങ്ങേരുടെ കൂടെ തുടരുന്നത് തന്നെ അവന് നല്ലത്, ഇത്രയുമായ നിലയ്ക്ക്. അതിന് വകതിരിവ് വേണ്ടേ? ഇത്രയും കാലം അവൻ അവിടെ അല്ലായിരുന്നു. പോരുന്ന നിലയ്ക്ക് അവന്റെ കയ്യിലും കാണും അല്പസ്വല്പം. നിന്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ചയാണ് മനസ്സ് ചോദ്യം. പെണ്ണ് ഏതാണെന്ന് വിചാരിച്ച അവൻ നോക്കുന്നത്. ഇവിടെ അടുത്ത് താമസിക്കുന്ന ആനിയുടെ മോളാ. ചെല്ല എന്നാ പെണ്ണിന്റെ പേര്. അവൻ കണ്ടു കാണും.